ഇന്ത്യൻ സൈന്യത്തിന്റെ T-72 ടാങ്കുകൾക്കുള്ള എഞ്ചിനുകൾ വാങ്ങുന്നതിനായി റഷ്യൻ പ്രതിരോധ കയറ്റുമതി ഏജൻസിയായ റോസോബോറോൺ എക്സ്പോർട്ടുമായി ഇന്ത്യ $248 മില്യൺ കരാറിൽ ഒപ്പുവെച്ചതായി റിപ്പോർട്ട്. ആഭ്യന്തര പ്രതിരോധ നിർമ്മാണത്തിൽ സ്വാശ്രയത്വം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിടുന്ന ഇന്ത്യയുടെ മെയ്ക്ക് ഇൻ ഇന്ത്യ സംരംഭത്തിന് കീഴിൽ പ്രാദേശിക ഉൽപാദനത്തെ പിന്തുണയ്ക്കുന്നതിനായുള്ള സാങ്കേതിക വിദ്യാ കൈമാറ്റം ഈ കരാറിൽ ഉൾപ്പെടുന്നുണ്ട്. T-72 ടാങ്കുകൾക്കായി 1000 എഞ്ചിനുകൾ വാങ്ങുന്നതും കരാറിൽ ഉൾപ്പെടുന്നുവെന്ന് ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. മേക്ക് ഇൻ ഇന്ത്യ സംരംഭത്തിന് അനുസൃതമായി ആഭ്യന്തരമായി ഈ എഞ്ചിനുകളുടെ സംയോജനവും ലൈസൻസ് ഉള്ള ഉൽപാദനവും സുഗമമാക്കുന്നതിന് ചെന്നൈയിലെ ആവടിയിലുള്ള ഇന്ത്യയുടെ ആംഡ് വെഹിക്കിൾസ് നിഗം ലിമിറ്റഡിലേക്ക് റോസോബോറോൺ എക്സ്പോർട്ടിൽ നിന്ന് സാങ്കേതിക വിദ്യ കൈമാറുന്നതും കരാറിൽ ഉൾപ്പെടുന്നുവെന്ന പ്രസ്താവനയിൽ പറയുന്നുണ്ട്. ഇന്ത്യൻ സൈന്യത്തിന്റെ കവചിത കപ്പലിന്റെ പ്രധാന ആകർഷണമാണ് T-72. നിലവിൽ 780 HP എഞ്ചിനുകളാണുള്ളത്. 1000 HP എഞ്ചിനുകൾ ഉപയോഗിച്ച് ടാങ്കുകൾ നവീകരിക്കുന്നത് അവയുടെ യുദ്ധകളത്തിലെ ചലനശേഷിയും ആക്രമണശേഷിയും വർദ്ധിപ്പിക്കുമെന്നാണ് ഇന്ത്യ പ്രതീക്ഷിക്കുന്നത്. ഇത് സൈന്യത്തിന്റെ പ്രവർത്തന ഫലപ്രാപ്തിക്ക് ഉത്തേജനം നൽകുമെന്ന് മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. അതുമാത്രമല്ല, ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ദീർഘകാല പ്രതിരോധ പങ്കാളിത്തത്തെ ഈ കരാർ എടുത്തു കാണിക്കുന്നു എന്നത് മറ്റൊരു പ്രത്യേകതയാണ്. 2005 മുതൽ 2025 വരെ റോസോബോറോൺ എക്സ്പോർട്ട് ഇന്ത്യയുമായി $50 ബില്യൺ കരാറുകളിൽ ഒപ്പുവെച്ചിരുന്നു. ഇതോടെ രാജ്യത്തേക്കുള്ള മൊത്തം റഷ്യൻ സൈനിക ഉപകരണ വിതരണം $80 ബില്യൺ എത്തുകയും ചെയ്തു. ഫെബ്രുവരിയിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ എയ്റോസ്പേസ് എക്സിബിഷനിൽ പങ്കെടുത്ത് സംസാരിച്ച റോസോബോറോൺ എക്സ്പോർട്ട് ജനറൽ ഡയറക്ടർ അലക്സാണ്ടർ മിഖീവ്, ഇന്ത്യ ഏഷ്യ പസഫിക് മേഖലയിലെ റഷ്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രപരമായ പങ്കാളിയും ലോകത്തിലെ റോസോബോറോൺ എക്സ്പോർട്ടിന്റെ പ്രധാന പങ്കാളികളിൽ ഒരാളുമാണ്. അതേസമയം റഷ്യയുടെ സമീപകാല വ്യോമ പ്രദർശനം റഷ്യയുടെ സൈനിക ശക്തി തന്നെ വെളിപ്പെടുത്തുന്നതായിരുന്നു. അത്യാധുനിക വിമാനങ്ങൾ, ഹെലികോപ്റ്ററുകൾ, എഞ്ചിനുകൾ, വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവയുൾപ്പെടെ 500-ലധികം പ്രതിരോധ ഉൽപ്പന്നങ്ങളാണ് പ്രദർശനത്തിനുണ്ടായിരുന്നത്. ഷോയിലെ താരം 5ാം തലമുറ Su-57 യുദ്ധവിമാനമായിരുന്നു. Su-57 കയറ്റുമതി പതിപ്പായ Su-57E ഉയർന്ന കൃത്യതയുള്ള പോരാട്ട ദൗത്യങ്ങൾക്കായി രൂപകൽപ്പന ചെയ്ത ഒരു മൾട്ടി റോൾ ഫൈറ്ററാണ്. സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യ കാരണമുണ്ടാകുന്ന കുറഞ്ഞ റഡാർ ദൃശ്യപരത ആധുനിക പ്രതിരോധ സംവിധാനങ്ങൾക്കെതിരെ സ്റ്റെൽത്തായി തുടരാൻ പ്രാപ്തമാക്കുന്ന സങ്കീർണമായ ഏവിയോണിക്സ് സ്യൂട്ടുകൾ എന്നിവയാണ് ഇതിന്റെ നൂതന സവിശേഷതകളിൽ ഉൾപ്പെടുന്നത്. റഷ്യയ്ക്ക് തങ്ങളുടെ സൈനിക കഴിവുകൾ പ്രദർശിപ്പിക്കാനുള്ള അവസരം മാത്രമായിരുന്നില്ല, മറ്റ് രാജ്യങ്ങളുമായുള്ള പ്രതിരോധ സഹകരണം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഒരു വേദി കൂടിയായിരുന്നു എയർ ഷോ. റഷ്യയിൽ നിന്നും ആഗോളതലത്തിൽ ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. ഇരു രാജ്യങ്ങളും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത Su-30 MKI യുദ്ധവിമാനവും ബ്രഹ്മോസ് മിസൈലും ഉൾപ്പെടെയുള്ള ഏറ്റവും നൂതനമായ ചില പ്ലാറ്റ്ഫോമുകളുടെ ദീർഘകാല വിതരണക്കാരനും സാങ്കേതിക പങ്കാളിയുമായി റഷ്യ പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ത്യൻ സൈന്യത്തിന്റെ ഹാർഡ്വെയറിന്റെ ഏകദേശം 60% റഷ്യയിൽ നിന്നാണ്. ഭാവിയിലും ബന്ധം കൂടുതൽ ആഴത്തിലാക്കാനാണ് ഇരു രാജ്യങ്ങളും ശ്രമിക്കുന്നത്. അതിന്റെ ഭാഗമായി ഫെബ്രുവരി 7-ന് ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ഉന്നതതല കൂടിയാലോചനകൾക്കായി റഷ്യ സന്ദർശിച്ചിരുന്നു. ഇരുപക്ഷവും ഉഭയകക്ഷി ബന്ധങ്ങൾ അവലോകനം ചെയ്യുകയും പരസ്പര താൽപര്യമുള്ള പ്രാദേശിക ആഗോള വിഷയങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ പങ്കുവെക്കുകയും ചെയ്തതായി ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. സന്ദർശന വേളയിൽ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ വിദേശനയ സഹായി യൂറി ഉഷാക്കോവ്, പ്രസിഡന്റ് ഭരണത്തിന്റെ ഡെപ്യൂട്ടി ഹെഡ് മാക്സിം ഒറഷ്കിൻ, വ്യവസായ വ്യാപാര ഡെപ്യൂട്ടി മന്ത്രി അലക്സി ഗ്രൂസ്ദേവ് എന്നിവരുമായി മിശ്രി ചർച്ച നടത്തിയതായും പ്രസ്താവനയിൽ പറയുന്നു. ലോകത്തിലെ തന്നെ മികച്ച ശക്തികളിൽ 2 പേരായ റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള ഈ വർദ്ധിച്ചുവരുന്ന ബന്ധം അമേരിക്കയടക്കമുള്ള മറ്റു പല രാജ്യങ്ങളുടെയും നെഞ്ചിടിപ്പ് കൂട്ടുന്നതാണ്. സാങ്കേതികപരമായും സൈനികപരമായും നടക്കുന്ന ഈ മുന്നേറ്റം ഭാവിയിൽ കൂടുതൽ വിപുലമാക്കാനാണ് ഇരു കൂട്ടരുടെയും തീരുമാനം. കൂടാതെ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള T-72 ടാങ്ക് എഞ്ചിനുകൾക്കായുള്ള കരാർ
ഇന്ത്യൻ സൈന്യത്തിന്റെ കവചിത രൂപീകരണങ്ങളുടെ പോരാട്ടശേഷി വർദ്ധിപ്പിക്കുന്ന ഒരു സുപ്രധാന സംഭവ വികാസമാണ്. റഷ്യയുമായുള്ള ഈ പങ്കാളിത്തം തദ്ദേശീയ പ്രതിരോധ ശേഷികളുടെ വികസനം സുഗമമാക്കും. പ്രതിരോധ നവീകരണത്തിന് ഇന്ത്യ മുൻഗണന നൽകുന്നത് തുടരുമ്പോൾ T-72 ടാങ്ക് എഞ്ചിനുകൾക്കായുള്ള റഷ്യയുമായുള്ള കരാർ ശരിയായ ദിശയിലേക്കുള്ള ഒരു ചുവടുവയ്പായി കാണാം. പ്രാദേശിക ശക്തിയായി മാത്രമല്ല, ആഗോള ശക്തിയായും മാറാൻ ഇന്ത്യ ശ്രമിക്കുമ്പോൾ ആധുനികവും കാര്യക്ഷമവുമായ സൈന്യത്തിനായുള്ള മുന്നൊരുക്കത്തിലാണ് രാജ്യം. നാവിക വികസനത്തിനും ആധുനികവൽക്കരണത്തിനും മുൻഗണന നൽകിയും സുസ്ഥിരമായ തദ്ദേശീയ പ്രതിരോധ വ്യാവസായിക ശേഷി വികസിപ്പിച്ചും ദീർഘകാലാടിസ്ഥാനത്തിൽ ഇന്ത്യൻ താൽപ്പര്യങ്ങളെ ശക്തിപ്പെടുത്തുന്ന ഉഭയകക്ഷി ബന്ധങ്ങൾ വളർത്തിയും ഇന്ത്യ ലോകത്ത് തങ്ങളുടെ പ്രഥമ സ്ഥാനം ഇതിനോടകം ഉറപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതിനിടയിൽ തീരുവയുടെ പേരിൽ അമേരിക്കയുമായി ചെറിയ അസ്വാരസ്യങ്ങൾ തുടങ്ങിയ ഇന്ത്യയോട് റഷ്യയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങുന്നത് നിർത്തണമെന്നാണ് അമേരിക്ക ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. തീരുവകളുടെ പ്രശ്നത്തിന് പുറമെ ബ്രിക്സിലുള്ള ഇന്ത്യയുടെ പങ്ക് അമേരിക്ക ഇന്ത്യ ബന്ധത്തെ വഷളാക്കുമെന്നും അമേരിക്ക ചൂണ്ടിക്കാണിച്ചു. ചരിത്രപരമായി ഇന്ത്യ റഷ്യയിൽ നിന്ന് ഗണ്യമായ അളവിൽ സൈനിക ഉപകരണങ്ങൾ വാങ്ങിയിട്ടുണ്ട്. അത് അവസാനിപ്പിക്കേണ്ട ഒന്നാണെന്ന് ഞങ്ങൾ കരുതുന്നുവെന്നും ആഗോള സാമ്പത്തിക കറൻസിയായ ഡോളറിന് പകരമായി ഒരു കറൻസി സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ബ്രിക്സിലെ പങ്കാളിത്തവും ഇന്ത്യ അവസാനിപ്പിക്കണമെന്നും വാണിജ്യ സെക്രട്ടറി ഹോവാർഡ് ലുഡ്നിക് പറഞ്ഞു. റഷ്യയുമായി വർദ്ധിച്ചു വരുന്ന ഇന്ത്യയുടെ ബന്ധത്തിൽ ഏറ്റവും കൂടുതൽ ആശങ്കയുള്ള അമേരിക്കയുടെ പരിഭ്രാന്തിയാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്.